പ്രതിക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ ജോഷി മുണ്ടയ്ക്കലാണ് മാനന്തവാടി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രതിക്ക് വേണ്ടി ഹാജരായത്. കുഞ്ഞ് പൊള്ളലേറ്റ് മരിച്ച കേസിൽ അറസ്റ്റിലായ അച്ഛന് ജാമ്യം വാങ്ങി നൽകി. പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അധികാരം ഉപയോഗിച്ച് പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചതായും ആരോപണമുണ്ട്. എം കമൽ വയനാട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, പ്രതിക്ക് വേണ്ടി ഹാജരാകലാണോ ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ജോലി? ആര്യ, ഗുരുതരമായ ഒരു സംഭവമാണ് മാനന്തവാടി കോടതിയിൽ നടന്നത്. ഈ പ്രതിക്ക് വേണ്ടി വക്കാലത്ത് ഒപ്പിട്ടതും ആദ്യം കോടതിയിൽ വന്നതുമൊക്കെ മറ്റൊരു വക്കീലാണ്. പക്ഷെ നാടകീയമായി കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതിക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു. അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. താൻ പ്രതിക്ക് വക്കാലത്ത് ഒപ്പിട്ടിട്ടില്ല, വാദിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷേ നമുക്ക് കൃത്യമായി ലഭിച്ച വിവരമനുസരിച്ച് അദ്ദേഹം കോടതിയിൽ പ്രതിക്ക് വേണ്ടി വാദിച്ചു. ആ പ്രതിക്കും മറ്റൊരു പ്രതിക്കും ജാമ്യം ലഭിച്ചു. ആ പ്രതിക്ക് വേണ്ടി, അതായത് ഈ നാട്ടുവൈദ്യൻ, കുട്ടിയെ ചികിത്സിച്ച നാട്ടുവൈദ്യന് മറ്റൊരു വക്കീൽ ഹാജരായി. രണ്ടുപേർക്കും ജാമ്യം ലഭിച്ചു. പക്ഷേ ഇത് അഭിഭാഷകർക്കിടയിലും കോടതിയിൽ തന്നെയും വലിയ പ്രതിഷേധത്തിന് കാരണമായി. അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ചേംബറിലെത്തി പ്രതിഷേധം അറിയിച്ചതായി സൂചനയുണ്ട്. അതുപോലെ തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സർക്കാരിന് വേണ്ടി വാദിക്കേണ്ട, പ്രോസിക്യൂഷന് വേണ്ടി വാദിക്കേണ്ട പബ്ലിക് പ്രോസിക്യൂട്ടർ ഇത്തരത്തിൽ പ്രതിക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു. മാനന്തവാടി സ്പെഷ്യൽ കോടതിയിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായ ജോഷി മുണ്ടയ്ക്കലാണ് ഇത്തരത്തിൽ ഹാജരായത്. എന്തായാലും അദ്ദേഹത്തിന്റെ വിശദീകരണം ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം അടക്കം ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്.